ഒരു വീടിനെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിക്കുന്നിടത്തോളം അതിൻ്റെ ലാൻഡ്സ്കേപ്പ് അഥവാ അത് ഏത് പ്ലോട്ടിലാണോ ഇരിക്കുന്നത് ആ പ്രദേശത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഒരുക്കം അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ പ്ലോട്ടിനെ നമ്മൾ പല തട്ടായിട്ട് തിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ പല പല എലമെൻറ്റുകൾ നമ്മൾ അവിടെ ആഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ആഷ്വിൽ ആർക്കിടെക്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ കാലത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളുടെ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്ത് അല്ലെങ്കിൽ മുറ്റത്തിൻ്റെയും പുറത്തായിരുന്നു നമ്മൾ ഗാർഡനിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ പുതിയ കാലത്തിൻ്റെ ഡിസൈൻ അനുസരിച്ച് അത് വീടിനോട് ചേർന്നും ഈവൻ വീടിൻ്റെ ഉള്ളിൽ കോർട്ട്യാർഡായിട്ടും ഒക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഈ ഗ്രീനറീനെ കൊണ്ടുവരാനായിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അതായത് ഈ പുതിയ കാലത്തിൻ്റെ ഒരു ജീവിത രീതി അനുസരിച്ചിട്ട് വളരെയധികം ടെൻഷനും പിരിമുറുക്കവും ഒക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട് ഒരു സ്വസ്ഥതയുള്ള നമ്മൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്പേസ് ആയിട്ട് നമ്മൾ ഒരുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഗ്രീനറീനെ നമുക്ക് ഒഴിച്ചു നിർത്താനായിട്ട് അല്ലെങ്കിൽ മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രീനറീനെ അല്ലെങ്കിൽ നമ്മളുടെ ഈ നേച്ചറിനെ എങ്ങനെ വേണം നമ്മുടെ ഒരു ബിൽഡിങ്ങുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ലാൻഡ്സ്കേപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്. ലാൻഡ്സ്കേപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ ചോദിച്ചാൽ അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എത്ര വിലയുള്ള മെറ്റീരിയൽ അത് എന്ത് വസ്തുക്കളായിക്കോട്ടെ, ഇപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ കമ്മലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ മോതിരമായിക്കോട്ടെ, ഇത് നമ്മൾ ഒരു സ്വർണ്ണക്കടയിൽ പോയി മേടിക്കുമ്പോൾ ഒരിക്കലും അവരതിനെ ഒരു പത്രപേപ്പറിൻ്റെ അത് പൊതിഞ്ഞ് നമുക്ക് തരാറില്ല. അത് കൃത്യമായിട്ടൊരു വെൽവെറ്റിൻ്റെ ഒരു ഡപ്പയിൽ നല്ല ഭംഗിയായിട്ട് അടച്ച് നമുക്ക് തരുമ്പോഴാണ് നമുക്കതിന് ഭംഗിയുള്ളതായിട്ട് അതിലൊരു വിലയുള്ള മെറ്റീരിയലായിട്ട് നമുക്കതിനെ ഫീൽ ചെയ്യാം. എന്ന് പറയുന്നത് പോലെ നമ്മൾ നിർമ്മിക്കുന്ന ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു വീട് അത് ഭംഗിയുള്ളതാകുന്നത് അത് ഇരിക്കുന്ന പ്രതലം, അത് ഏത് ലാൻഡിലാണോ ഇരിക്കുന്നത് ആ ലാൻഡിനെ നമ്മൾ എങ്ങനെ പരുവപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ആ വീടിൻ്റെ ഡിസൈൻ ഉതകുന്ന രീതിക്ക് ആ ഒരു പ്രദേശത്തിൻ്റെ ഭംഗിനെ എടുത്തു കാണിക്കത്തക്ക രീതിയിൽ നമ്മൾ ആ ഭൂപ്രദേശത്തെ നമ്മൾ ഒരുക്കുമ്പോഴത്തേക്കുമാണ് ഇതിന് ഒരു കൃത്യമായ ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു എസ്തറ്റിക്സ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. ഇത് കേവലം ഭംഗി എന്നുള്ള ഒരു കാര്യത്തിനേക്കാൾ ഉപരി ലാൻഡ്സ്കേപ്പിൽ ഒത്തിരി ഡയമെൻഷനുകൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട്, അതായത് ഓരോ പ്രദേശങ്ങൾക്ക് ഓരോ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ വീട് വയ്ക്കുന്ന സ്ഥലത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ നമ്മൾ നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ സ്വഭാവ രീതി അനുസരിച്ചിട്ടൊക്കെ ലാൻഡ്സ്കേപ്പിൽ ഒത്തിരി വ്യത്യാസങ്ങൾ നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിൻ്റെ ലാൻഡ്സ്കേപ്പ് ആയിരിക്കില്ല ഒരിക്കലും ഒരു വീടിന് നമ്മൾ ചെയ്യുക, വീടിൻ്റെതായിരിക്കില്ല ഒരു ഹോസ്പിറ്റലിന് ചെയ്യുക. അപ്പം ഒരു സ്ഥലത്ത് വരുന്ന ക്രൗഡ് എത്രയുണ്ടെന്ന് നോക്കി അതിനനുസരിച്ചിട്ടല്ലേ അവർ വരുന്ന വഴി ഏത്, അങ്ങോട്ടുള്ള ആക്സസ് ഏത്, അതിൻ്റെ പർപ്പസ് എന്ത് തുടങ്ങിയവയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഒരു സ്ഥലത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഇതിൽ ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങോട്ടുള്ള ആക്സസിബിലിറ്റി. അതായത് മെയിൻ റോഡുകളിൽ നിന്നൊക്കെ നമുക്ക് വാഹനങ്ങൾ കടന്നു വരുന്ന വഴി ഏത് എന്നുള്ളതും ആ വാഹനം വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മെയിൻ റോഡിൽ നിന്നും ആ പ്ലോട്ടിലേക്ക് എൻ്റർ ചെയ്ത് കയറാനും അതുപോലെ തന്നെ അത് അവിടെ ഇട്ട് പാർക്ക് ചെയ്യാനും തിരിച്ചു പോകാനും ഒക്കെയുള്ള സൗകര്യം. അപ്പോൾ തുടങ്ങി ഇപ്പോൾ ഒരു ഹൈറ്റിലുള്ളൊരു പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായിട്ട് വഴി നമ്മൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഈസി ആയിട്ട് തന്നെ നമ്മൾക്കൊരു വാഹനം അങ്ങോട്ട് കയറ്റാനായിട്ടുള്ള പാകത്തിന് വേണം നമ്മൾ അവിടുത്തെ റോഡുകളുടെ സ്ലോപ്പും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പാത്ത് വേ, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ റിക്രിയേഷണലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന കുറച്ച് ലോൺ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ഏരിയയിൽ വന്നം, അപ്പോൾ അത് വാഹനങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ വ്യൂവിനെ ബ്ലോക്ക് ചെയ്യാത്ത രീതിയിൽ അതിന് കൃത്യമായ രീതിക്ക് ഓരോന്നിനെയും പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ പ്രദേശത്തെ വെള്ളത്തിൻ്റെ ഒരു രീതി. അതായത് ഇപ്പോൾ
നമ്മളൊരു വലിയ പ്ലോട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലോട്ടിൽ പല സ്ഥലത്തൂടെ വെള്ളം നാച്ചുറലായിട്ട് തന്നെ വർഷങ്ങളായിട്ട് ഒഴുകി പോകുന്ന വഴികളുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ഘടന അനുസരിച്ചിട്ട് അവിടെ വെള്ളം വരാനായിട്ട് സാധ്യതയുണ്ടായിരിക്കും. ചിലപ്പോൾ ഉറവ വരുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ മഴവെള്ളം തന്നെ വരുന്നത് ഈ പ്ലോട്ടിൽ നിന്ന് ഏത് വഴിക്ക് വേണം പുറത്തേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മിറ്റം പോലത്തെ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ തുടങ്ങി ഇതിൻ്റെ ഡ്രെയിനേജ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ വെള്ളം നമുക്ക് അവിടെ നിന്ന് സ്മൂത്തായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കൃത്യമായിട്ട് ഇതിനെ പുറത്ത് കടത്താനായിട്ട്, അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് നമുക്ക് ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ നമ്മളൊരു മെയിൻ റോഡാണ്, ആ റോഡിൽ നിന്ന് പ്ലോട്ട് എത്ര ഹൈറ്റിൽ നമുക്ക് നിർത്തണം, അല്ലെങ്കിൽ റോഡിലെ വെള്ളം വീടിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്ലോട്ടിൻ്റെ അകത്തേക്ക് വരുന്നത് ഒഴിവാക്കണം തുടങ്ങി അവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു സഞ്ചാരം നമ്മൾ കൃത്യമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മഴക്കാലത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇടവരുത്താനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ വീട്ടിലെ നമ്മുടെ കിണർ നമ്മൾ ഉപയോഗിക്കുന്ന കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തുടങ്ങിയവ എടുക്കുന്ന കിണർ കുളങ്ങളുടെയൊക്കെ സ്ഥാനം, അതുപോലെ തന്നെ ഈ വീട്ടിലെ സെപ്റ്റിക് ആയിട്ടുള്ള വെള്ളം, അതായത് നമ്മുടെ ടോയ്ലറ്റിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം പോകുന്നു, അതുപോലെ തന്നെ കിച്ചണിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വെള്ളം പോകുന്നതുമൊക്കെ കൃത്യമായ സ്ഥലങ്ങൾ, അതായത് ഓരോ സ്ഥലത്തിൻ്റെയും അവിടുത്തെ ലാൻഡ്സ്കേപ്പിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ചിട്ട് അവിടെ വെള്ളം ഒഴുകുന്ന ഡയറക്ഷനൊക്കെ നോക്കിയിട്ട് കുടിവെള്ളത്തിൽ ഒരിക്കലും കലരാത്ത രീതിക്ക്, അല്ലെങ്കിൽ ഒരിക്കലും വെള്ളത്തിന് കണ്ടാമിനേഷൻ ഉണ്ടാക്കാത്ത രീതിക്കുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഈ സെപ്റ്റിക് പോലത്തെ വെള്ളങ്ങൾ കളയാനും, അല്ലെങ്കിൽ നമ്മുടെ കിണർ പോലത്തെ പൊസിഷൻ കൃത്യമായിട്ട് നമ്മളുടെ പ്ലോട്ടിലെ മാത്രമല്ല ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ വിലയിരുത്തി കണ്ടാമിനേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് കുടിവെള്ളം പോലത്തെ കാര്യങ്ങൾക്കുള്ള കിണർ കുത്താനും ഒക്കെ ഉള്ളത് നമ്മൾ ലാൻഡ്സ്കേപ്പിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിനായിട്ട് നമ്മൾ വെക്കുന്ന സ്ഥലവും, അതുപോലെ നമ്മുടെ മഴവെള്ളം നമ്മൾ വരുന്നത് സംഭരിക്കുന്ന അല്ലെങ്കിൽ മണ്ണിലേക്ക് ഇറങ്ങാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥലമൊക്കെ ഒരിക്കലും ഈ സെപ്റ്റിക് ടാങ്കിനോടൊക്കെ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പരമാവധി ഒഴിവാക്കി ചെയ്യുക എന്നൊക്കെ പറയുന്നതും ഈ ലാൻഡ്സ്കേപ്പിനെ സംബന്ധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ലാൻഡ്സ്കേപ്പിനെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാവർക്കും ലാൻഡ്സ്കേപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നതാണ് അവിടെയുള്ള ചെടികൾ, അതായത് അവിടെയുള്ള പ്ലാന്റിങ്സിൻ്റെ ഒക്കെ കാര്യം. അതിലും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. എക്സ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തിൻ്റെ ട്രോപ്പോഗ്രഫിക്ക് ചേരാത്ത, അതായത് ഓരോ സ്ഥലത്തെ ക്ലൈമറ്റിന് ചേരാത്ത ചെടികൾ നമ്മളൊരു സ്ഥലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പക്ഷേ മെയിൻ്റനൻസിനെ സംബന്ധിക്കുന്ന പിന്നീട് അങ്ങോട്ടുള്ള കാര്യത്തെ സംബന്ധിക്കുന്ന നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെ രീതിക്കനുസരിച്ചിട്ട് അന്നാട്ടിലെ അല്ലെങ്കിൽ ആ പ്രദേശത്ത് വളരുന്ന ചെടികളെ തന്നെ പ്രത്യേകമായിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് നമ്മളെ ലാൻഡ്സ്കേപ്പിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വളരെ മെയിൻ്റനൻസ് കുറഞ്ഞ് അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചെടികളെ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ കാലത്തൊക്കെ വരുന്നൊരു ട്രെൻഡ് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന് ഉപകാരമുള്ള ചെടികളെ കൂടുതൽ ഉപയോഗിക്കുക. ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ടാണ്, അത് ഓഫ് കോഴ്സ് അത് വേണം, അപ്പോൾ അത് വേണ്ട സ്ഥലങ്ങളിൽ അത് കൊടുക്കുന്നു. ഈ അതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ചെടികളെയും നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമാക്കുന്നത് ലാൻഡ്സ്കേപ്പിങ്ങിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് പൂച്ചെടികളായ ചില ചെടികൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ പ്ലാവ്, മാവ്, നമ്മുടെ തെങ്ങ് തുടങ്ങി നമുക്ക് വീട്ടിൽ നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് പഴങ്ങളായിട്ടും പച്ചക്കറിയായിട്ടും ഒക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള തരം ചെടികളെ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ വേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് രണ്ട് മെച്ചങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്കതിൽ നിന്നൊരു റിട്ടേൺ ഉള്ളത് കാരണം, അതിൽ നിന്ന് നമുക്കൊരു ഫലങ്ങൾ കിട്ടുന്നത് കാരണം നമ്മൾ തീർച്ചയായിട്ടും അതിനെ ടേക്ക് കെയർ ചെയ്യും. തന്നെയല്ല, വെറുതെ നിലം പാഴാക്കുന്ന ഒരു ചെടിയായിട്ട് അത് ഒരിക്കലും പോകത്തുമില്ല. അപ്പം അത്തരം നമുക്ക് മനുഷ്യന് ഉപകാരമുള്ള ചെടികളെ നമ്മളുടെ ലാൻഡിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്തെ ചെടികൾ അല്ലെ വൃക്ഷങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഘടകം, അതായത് ചെടികൾ തിരഞ്ഞെടുക്കുമ്പോഴും അത് വെക്കുന്ന പൊസിഷൻ തീരുമാനിക്കുന്ന സമയത്തും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ കാറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ പ്രദേശത്തെയും കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് വേണം ഏത് മരങ്ങൾ ഏത് ഡയറക്ഷനിൽ വേണം നമ്മൾ വെക്കുവാനെന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാൽ, ചില പൂച്ചെടികളുണ്ട്, അപ്പോൾ അതിൻ്റെ സ്മെല്ല് ചിലപ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കത് വിൻഡ് വരുന്ന ഡയറക്ഷൻ നോക്കി അത് കൊടുക്കുന്നത്
ഒരുപക്ഷെ നമുക്ക് നല്ലൊരു സ്മെല്ല് വാസന നമ്മുടെ സ്ഥലത്ത് പരത്താനായിട്ട് നമുക്ക് ഉപകരിക്കും. അതുപോലെ തന്നെ ചില പൂക്കളുടെ പോളൻ ഗ്രെയിൻസ് നമുക്ക് അലർജിക്ക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ചെടികൾ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ വീട്ടിലേക്ക് കാറ്റ് വരുന്ന സ്ഥലങ്ങളിൽ അത്തരം മരങ്ങൾ നടുന്നത് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഒരു പരിധിയിലധികം വലിപ്പമുള്ള വൃക്ഷങ്ങൾ നമ്മളുടെ വിൻഡ് വരുന്ന ഡയറക്ഷനിൽ നമ്മൾ കൊടുത്താൽ അത്തരം മരങ്ങളുടെ ഇലകൾ നമ്മുടെ മുറ്റത്തേക്ക് ധാരാളമായി വീഴുകയും അത് മുറ്റം കൂടുതൽ വൃത്തികേടാക്കുകയൊക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഇലയുടെ വലിപ്പവും അതുപോലെ തന്നെ കാറ്റ് വരുന്ന ഡയറക്ഷനും ഒക്കെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ പല മരങ്ങളും നടാനായിട്ട്. അതായത് മിക്കവാറും ഉള്ള ചില വീടുകളിലൊക്കെ സംഭവിക്കുന്നതാണ്, നമ്മൾ പുളി പോലത്തെ കുഞ്ഞ് ഇലയുള്ള മരങ്ങൾ നമ്മൾ മുറ്റത്തിനോട് ചേർന്ന് തന്നെ നമുക്കുണ്ട് എങ്കിൽ അത് എപ്പോഴും ഇതിൻ്റെ ഇല വീണ് നമ്മുടെ വീട് വൃത്തികേടായിക്കൊണ്ടിരിക്കും. ഒരിക്കലും നമുക്ക് മോപ്പിന് തൂത്ത് മാറ്റിയാലൊന്നും അത് അങ്ങനെ പെട്ടെന്ന് മാറത്തുമില്ല. അപ്പോൾ അത്തരം ചെടികൾ അല്ലെങ്കിൽ അത്തരം ഇലകൾ പൊഴിക്കുന്നത് ഒക്കെയുള്ള ചെടികളെ നമ്മൾ അതിൻ്റെ കൃത്യമായ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുക, കാറ്റിനനുസരിച്ചിട്ട് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് പിന്നീട് ഈ മരം ഒടിഞ്ഞു വീണ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാനും അതുപോലെ തന്നെ ഈ പറയുന്ന ഇല വീണുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയൊക്കെ ഒഴിവാക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും മരങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ചെടികൾ നമ്മൾ നടുമ്പോൾ അതിൻ്റെ പൊസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പ്രദേശത്തിൻ്റെ വെയിലിൻ്റെ അഥവാ സണ്ണിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് വെയിലടിക്കുന്ന ഡയറക്ഷൻസ് അനുസരിച്ചിട്ട് ചില ചെടികൾ അല്ല ചില മരങ്ങൾ നമ്മൾ നടുന്നത് നമ്മുടെ പ്ലോട്ടിലെ അല്ല നമ്മുടെ വീട്ടിലെ ചൂട് കുറയ്ക്കാനൊക്കെ ആയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ സൗത്ത് സൈഡിൽ അപ്പം തെക്ക് വശത്ത് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് സൈഡുകളിലൊക്കെ അത്യാവശ്യം ഉയരമുള്ള തണൽ കിട്ടുന്ന മരങ്ങൾ വെക്കുന്നത് ഈ നമ്മളുടെ വേനൽക്കാലത്തെ അതികഠിനമായ ചൂടിനെ തടയാനായിട്ട് നമ്മുടെ വീട്ടിലുള്ളിലെ ചൂട് കുറയ്ക്കാനൊക്കെ ആയിട്ട് വളരെയധികം ഉപകാരമുണ്ട്. അപ്പോൾ ഈ മാവ് പോലത്തെ തണുപ്പ് തരുന്ന ചെടികൾ അല്ല വൃക്ഷങ്ങൾ നമ്മളുടെ വീടിൻ്റെ ഇത്തരം വെയിൽ കൂടുതൽ അടിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കുന്നത് ചൂട് കുറയ്ക്കാനായിട്ടൊക്കെ നമ്മൾ ഒത്തിരി സഹായിക്കും. അതുപോലെ തന്നെ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാനൊക്കെ ഇടവരുത്തും. എന്നോർത്തുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ വീടിനോട് ചേർന്ന് ഇത്തരം മരങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരങ്ങളിൽ നിന്ന് വീഴുന്ന കറ അല്ലെങ്കിൽ വെള്ളം സ്ഥിരമായിട്ട് വീഴും, വെയിൽ കൃത്യമായിട്ട് വീടിന് മേളിൽ അടിക്കാതെയൊക്കെ ഇരിക്കുകയും ചെയ്യുന്നത് അതിനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മഴക്കാലത്ത് നമുക്ക് നോർത്ത് സൈഡിൽ നിന്നാണ് കൂടുതൽ വെയിൽ കിട്ടുക. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഉയരം കൂടിയ മരങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ വീട് കൃത്യമായിട്ട് ചെറിയ വെയിലൊക്കെ കിട്ടിയത് ഡ്രൈ ആവാതെ ഒരു ഈറൻ എപ്പോഴും നമ്മുടെ വീടിനുള്ളിൽ നിൽക്കാനായിട്ട് ഇടവരുത്തും. അപ്പോൾ അത് തീർച്ചയായിട്ടും ജീർണത നമ്മുടെ വീടിന് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഓരോ മരങ്ങളുടെയും അതായത് അതിൻ്റെ വലിപ്പത്തിനും അത് തരുന്ന ഷെയ്ഡിനും അനുസരിച്ചിട്ട് വെയിലിൻ്റെ ഡയറക്ഷനോടെ നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ കൃത്യമായ പൊസിഷൻസ് ഒരു മരം അല്ലെ ഒരു വൃക്ഷം ഒരു ചെടി എവിടെ വരണമെന്ന് നമ്മൾ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ വെയിലിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ട് ചെടികൾ വയ്ക്കുന്നത് അത് ചെടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ആ സ്ഥലത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവിടുത്തെ ചൂട് കുറയ്ക്കുന്നതിന് മുതലായ കാര്യങ്ങൾക്കും ഒക്കെ വെയിലിനെ നോക്കി അല്ലെങ്കിൽ സണ്ണിൻ്റെ ഡയറക്ഷൻ നോക്കി തന്നെ വേണം ഓരോ ചെടികൾക്കും അതിൻ്റെതായ സ്ഥാനം നമ്മൾ തീരുമാനിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിനോട് കൂട്ടി പറയേണ്ട ഒരു കാര്യമാണ് ഒരു പരിധിയിലധികം വളർന്നു വലുതായ മരങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീടിന് ഭീഷണിയാണെങ്കിൽ അത് വെട്ടിമാറണം. അത് നമ്മുടെ പഴയ കാരണവന്മാർ പറഞ്ഞത് പുരയ്ക്ക് മേലെ ചാഞ്ഞത് സ്വർണം കായ്ക്കുന്ന മരമാണല്ലോ, ഇത് വെട്ടി മാറ്റണമെന്ന് പറയുന്ന പോലെ ഒരു പരിധിയിലധികം വലിപ്പമുള്ള മരങ്ങൾ വീടിൻ്റെ പരിസരത്ത് വളരാൻ അനുവദിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി അതിനോട് കൂട്ടി വേറൊരു കാര്യം ഇവിടെ ഉള്ളത്, നമ്മൾ ഈ വേരോട്ടം കൂടുതലുള്ള വേര് വലുതാകുന്ന മരങ്ങൾ ഒരിക്കലും നമ്മളുടെ പ്ലോട്ടിൻ്റെ കരിങ്കല്ല് കെട്ടുകളെയോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ തറയിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ നടാതിരിക്കുക. അത്തരം മരങ്ങൾ വെക്കുന്നത് ഒഴിവാക്കുകയായിരിക്കും നല്ലത്. അതായത് പലയിടത്തും കാണുന്നതാണ് നമ്മൾ അതിനോടൊക്കെ ചേർന്ന് അല്ലെങ്കിൽ കരിങ്കല്ല് കെട്ടിനോടൊക്കെ ചേർന്ന് വലിയ വൃക്ഷങ്ങൾ നമ്മൾ നടും, അതിൻ്റെ വേര് ഇതിൻ്റെ ഇടയിലോട്ട് ഇറങ്ങിയിട്ട് അത് പിന്നീട് വലുതായി തിങ്ങി ഇത് പൊട്ടിച്ച് കളയുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് ഒരു പെട്ടെന്നുണ്ടാകുന്നൊരു ഡാമേജ് അല്ല, അത് ഗ്രാജുവലി പയ്യെ ഒരു കുഞ്ഞു വേരായിട്ട് അത് പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വലുതാവും. അത് വലുതായിട്ട് പിന്നീട് അത് ഉണ്ടാക്കുന്ന ഡാമേജ് ഒരു പക്ഷേ ഈ മരം നമുക്ക് തരുന്ന ഒരു റവന്യൂവിനേക്കാളും വലിയൊരു തുക നമുക്ക് ചിലപ്പോൾ ഇതുണ്ടാക്കുന്ന ഡാമേജ് നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാനായിട്ടൊക്കെ ചിലവാകും. അപ്പം നമ്മുടെ വീടിന് ബലക്ഷയം ഉണ്ടാക്കത്തക്ക രീതിയിൽ നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെട്ടിവെക്കാം. എസ്പെഷ്യലി നമ്മൾ കാണുന്നതാണ് ഈ സെപ്റ്റിക് ടാങ്ക് പോലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രെയിനേജ് പോകുന്ന ഇപ്പം കിച്ചണിലേക്ക് വേസ്റ്റ് പോകുന്ന പിറ്റ് തുടങ്ങിയവയ്ക്കൊക്കെ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ വലിയ മരങ്ങൾ ഉണ്ടായാൽ ഇതിൻ്റെ വേര് ഇത്തരം പിറ്റുകളിലേക്ക് ഇറങ്ങുകയും പിന്നീട് ഇതിൻ്റെ കെട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മുടെ പിറ്റുകളെയൊക്കെ അതിൻ്റെ വേരിറങ്ങി നശിപ്പിക്കുന്നതൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ളതാണ്. അപ്പം ഇത്തരം മരങ്ങൾ ഒരു പരിധിയിലധികം വലിയ വേരുകൾ ഇറങ്ങി തിക്കി നശിപ്പിക്കുന്നതായ മരങ്ങൾ നമ്മുടെ പ്ലോട്ടിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക.
അല്ലെങ്കിൽ അത് അത്തരം ഡാമേജുകൾ വരുത്താൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം ഇത്തരം വലുതാകാൻ സാധ്യതയുള്ള മരങ്ങൾ വെക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഒരു വീടിനെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലാൻഡ്സ്കേപ്പിനെ പറ്റി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.